ചേച്ചി എന്നിട്ട് പൊതുവെ നമ്മളിങ്ങനെ ഈ സീരിയൽ ആക്ടേഴ്സിന് സിനിമയിലേക്ക് അവർ പ്ലേസ്ഡ് ആവുക കുറച്ച് പാടാന്ന് പറയും, സിനിമയിലേക്ക് വരാൻ. അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് വന്നിട്ട് പിന്നെ അവർ സീരിയലിലോട്ട് ട്രൈ ചെയ്യത്തില്ല. പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ ചേച്ചി ഇത് രണ്ടിലും വളരെ ആക്റ്റീവായിട്ട് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ ചേച്ചി ആ പ്രായത്തിൽ അത് കൊണ്ടുപോയത്? അത് മേ ബി ബിക്കോസ് ഓഫ് ഇമ്മെച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അറിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല എൻ്റെ പ്രൊഫഷൻ അതായിരിക്കും എന്നുള്ളത്. നമുക്കൊരു ക്ലിയർ ഗൈഡൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം കിട്ടുന്ന നല്ല ക്യാരക്ടർ, അത് സിനിമയിലായാലും ശരി സീരിയലിലായാലും ശരി, ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നാണല്ലോ നോക്കുക. ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. എന്നാലും ഇപ്പം ഞാൻ കുറച്ച് സീരിയൽസിനോടൊക്കെ ഞാനൊന്ന് ബായി പറഞ്ഞ ഒരു മട്ടിലാണുള്ളത്. കാരണം എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു. ഞാൻ സുധാമണി സൂപ്പറാണെന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടാണ് അതിൽ വർക്ക് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് കുറേ വളരെ വിഷമകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ആ ലൊക്കേഷനിൽ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂയിസൈഡ് ചെയ്തൊക്കെ മനസ്സിനെ ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാനത് ഓർക്കാനേ പോകുന്നില്ല. അങ്ങനെ പിന്നെ സീരിയൽസ് പിന്നെ ഞാൻ അങ്ങനെ ദാറ്റ് ഇസ് മൈ ലാസ്റ്റ് സീരിയൽ ഇങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. അതിനുശേഷം ഞാനൊന്നും സീരിയൽ ചെയ്തിട്ടില്ല. സിനിമകളോ അതിനുശേഷം? ഇല്ല. സിനിമകൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 6 സെൻറ്റേഴ്സ് ഞാൻ തുടങ്ങിയെന്ന്. ഈ 6 സ്ഥലത്തും ഇത്രയധികം പബ്ലിസിറ്റി ഇല്ലാതെ ഇത്രയധികം ആളുകൾ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നോട്ട് ബിക്കോസ് ഓഫ് ഐ എം എ സെലിബ്രിറ്റി. അവിടെ വരുന്ന ആളുകൾ നോൺ മലയാളീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഒരു പഞ്ചാബികൾ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഭരതനാട്യം കളിക്കുന്നത് ആലോചിച്ച് നോക്കൂ, അത്രയും. പിന്നെ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അവരടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കുമല്ലോ നമ്മൾക്ക് സ്റ്റുഡൻസ് സ്ട്രെങ്ത് വരുന്നത്. ഒരു പബ്ലിസിറ്റിയും ഞാൻ ഇന്നേ വരെ കൊടുത്തിട്ടില്ല. എവിടെ നോക്കിയാലും മനസ്സിലാവും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് മാത്രം ഇടും, അതും കുട്ടികൾക്ക് ഒരിഷ്ടം. മാമിൻ്റെ പേജിൽ ഞങ്ങളുടെ ഫോട്ടോയും കൂടെ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ കുട്ടികൾ അങ്ങനെ ചില കുട്ടികളൊക്കെ അന്നേരം അറിയുന്നുണ്ടാവുക ഞാനിങ്ങനെ ഒരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞിട്ട്. അയ്യോ മാം, ഐ ഹാവ് സീൻ യു ഇൻ ദ മൂവീസ് എന്ന് പറഞ്ഞിട്ട് വരും കുട്ടികൾ. അന്നേരം മാത്രം ഞാൻ പറയും ഉണ്ട് എന്നൊക്കെ പറയും. ചേച്ചിക്ക് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മളെ അറിയാവുന്ന ആൾക്കാർ ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ അടുത്ത് വരും പിക്ചേഴ്സ് എടുക്കും എന്നൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലും നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു ഫാൻ മൊമെന്റ് ഉണ്ടായത് ഏതായിരുന്നു ചേച്ചി? ഫാൻ മൊമെൻറ്റ് അന്നും ഇന്നും ഒറ്റ ഒരു ഫാൻ മൊമെൻറ്റ് എനിക്ക് പറയാനുള്ളൂ. കോയമ്പത്തൂർ ഈ പൂവയോനക്കാകയുടെ ഫിലിം ആഘോഷിക്കുന്ന സമയത്ത്, അതായത് ഇത്രയോ ദിവസങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങളെ എല്ലാ ആർട്ടിസ്റ്റുകളെയും അവിടെ വിളിച്ചു. അവിടെ കോയമ്പത്തൂരുള്ള ഒരു തിയേറ്റർ, എനിക്ക് തിയേറ്ററിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, കുറേ വർഷങ്ങളായല്ലോ, 95 ആണത് റിലീസായതെന്ന് തോന്നുന്നു. അപ്പം അവിടെ 111 ദിവസം ആഘോഷിക്കുകയാണ്. ഞാൻ കാറിൽ ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. കസേരയിൽ ഇരുത്തിയിട്ടാണ് എന്നെ രസികർ കൊണ്ടുപോയത് സ്റ്റേജിലേക്ക്. ആലോചിച്ച് നോക്കൂ, കസേരയിൽ ഇരുത്തിയിട്ട്. ഒന്നുമല്ലാത്ത ഞാൻ, ഇന്നും ഒന്നുമല്ല, പക്ഷേ ഞാൻ പറയും അത്രയും ആ ഒരു ഫാൻ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അരുണാചലം എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രജനി സാറിൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ചപ്പോൾ തലൈവർ തങ്കച്ചി എന്ന പട്ടം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ രജനീകാന്ത് സാറിൻ്റെ ഫാൻസ് തലൈവർ ഞാൻ വേറൊരു മൂവീൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വാഹിനി സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന സമയത്ത് വലിയ പൂക്കൾ കൊണ്ട് അവർ എന്നെ മാലയിട്ടു. ഒരുപാട് നമുക്ക് അത്രയും ഹെവി ആയിട്ടുള്ളൊരു ഇതുകൊണ്ട് തലൈവർ തങ്കച്ചി എന്നൊക്കെ, അതൊക്കെ ഫാൻ മൊമെന്റ്. അതന്നെ അത്രേ പറയാനുള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. മോള് ചേച്ചിയുടെ സിനിമയൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരു വിലയും ഇല്ല എന്നെ. ആക്ച്വലി അമ്മ വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അത് ചോദിക്കുന്നത്. വളരെ വെരി റീസെൻ്റ്ലി ആണ് ഷി കെയിം ടു നോ ദാറ്റ് ഐ ഹാവ് ആക്ടഡ് വിത്ത് വിജയ്. അപ്പോൾ അമ്മ വിജയൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വിജയനെ ഒന്ന് കാണണമായിരുന്നു അമ്മ എന്ന് പറഞ്ഞു. അത് മാത്രമാണ് അവൾ ആവശ്യപ്പെട്ടത്. അതുപോലെ അമ്മയുടെ കുടുംബസംഗമത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനും എൻ്റെ അമ്മയും എൻ്റെ മോളും വന്നിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ടൊവിനോയുടെ കൂടെ ഫോട്ടോ എടുക്കണം, വേറെ ആരുടെ കൂടെ അവർ ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ എല്ലാവരും ഇരിക്കുന്നില്ലേ അവിടെ, അവർക്കൊന്നും
എന്താ പറയുക, ടൊവിനോ ആ ഒരു യങ് ജനറേഷൻ്റെ ഒരു ജെൻസി എന്ന് പറയില്ലേ, അതാണ് അവരൊക്കെ ജെൻസി കിഡ്സ്. വിജയ് സാറിന്റെ കൂടെ പിക്ചർ എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചേച്ചി അത് ആഗ്രഹം നടത്തി കൊടുക്കാൻ? ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരാളെടുത്ത് ഇടിച്ചു കയറി പോയിട്ട് ഫോട്ടോ എടുക്കണം അതാക്കണം എന്നൊന്നും പറയില്ല. കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. ഈവൻ ട്രിവാൻഡ്രത്ത് വന്നിരുന്നല്ലോ വിജയുടെ ഷൂട്ടിന് വേണ്ടി, എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പോയി ട്രൈ ചെയ്യാമായിരുന്നു. മീൻസ് പുള്ളിക്കാരൻ എന്തായാലും അറിയാതിരിക്കില്ലല്ലോ. ഈ ഒരു 5-6 വർഷം മുന്നേ ഉള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നെപ്പറ്റി, അതായത് പൂവയോനുക്കാഗ് സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ, அவங்க കല്യാണം പണിക്കിട്ട് എങ്കയോ സെറ്റിൽ ആയിട്ടാങ്ക, ഇതാണ് ഡയലോഗ്, அவங்க കല്യാണം പണിക്കിട്ട് എങ്കയോ സെറ്റിൽ ആയിട്ടാങ്ക എന്ന് അത് പറഞ്ഞു. അപ്പം ദാറ്റ് മീൻസ് അവരെന്നെ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്നത് പൂവയോനുക്കാഗയാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് മാറുന്നതും എല്ലാം. അപ്പം പിന്നെ എന്താ പറയുക, ദൈവാനിശ്ചയമാണ് അത്രയും നല്ലൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാന്നുള്ളത്. വിക്രമൻ സാറിനും സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ RB ചൗധരി സാറും ഒക്കെ വിചാരിച്ചതുകൊണ്ട് ഞാനതിൽ നായികയായി. പിന്നെ സംഗീതമായിട്ട് ഞാൻ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, എപ്പോഴും കീപ്പ് ഇൻ ടച്ചിലാണ്. സാറിന്റെ വൈഫായിട്ടല്ലേ? അല്ലല്ല, സംഗീത എന്ന് പറയുന്നത് അതില് വേറൊരു ഹീറോയിനാണ്, നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമള. ചേച്ചിയുടെ ക്യാരക്ടറിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു ഇതെന്താ, ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്താ? ഞാൻ ലിവ് ഇൻ പ്രസന്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് തന്നെയാണ് എൻ്റെ ഒരു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ചേച്ചി എനിക്കൊന്ന് ഈ അടുത്തിടെ എന്തോ കൊടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് ചേച്ചി ലിവ് ഇൻ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ടൊരു ചിലര് മിക്സഡ് കമന്റ്സ് ആയിരുന്നു ചേച്ചി. ചിലരത് ഓക്കെ ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലരത് നമ്മളുടെ ഒരു ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമില്ല. ഇപ്പൊ നമ്മള് നമുക്ക് ദൈവനിശ്ചയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഞാൻ 8ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെ എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്ന എൻ്റെ ഒരു സ്നേഹമായിരുന്നു. നമ്മളതൊരു പ്യോറായിട്ടുള്ളൊരു സ്നേഹം എന്ന് പറയില്ലേ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കുറേ നാളുകൾ കഴിഞ്ഞ ശേഷം കണ്ടുമുട്ടി. പിന്നെ രണ്ടുപേരുടെയും ഫാമിലി ലൈഫ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ആയിരുന്നത് കൊണ്ടും നമ്മൾ ലീഗലി ഡിവോഴ്സ്ഡ് ആയതുകൊണ്ടും പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. അപ്പം അതിലെന്താണ് ഒരു തെറ്റ്? അപ്പോൾ മുമ്പേ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ ഫുള്ളി ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും അതോ ഞാൻ പറഞ്ഞില്ലയോ എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. സഞ്ജുവേട്ടനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയിട്ടില്ല. അത് വളരെ നമ്മളുടെ എന്താ പറയുക, എല്ലാവരുടെ പാടി നടക്കുന്ന കാര്യമല്ലോ. അതെ, തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ പരസ്പരം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുക, നമ്മുടെ തീരുമാനമാണ്. ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. എനിക്ക് ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആയിട്ടാണ് പോകുന്നത്. സോ ഒരു ബോറിംഗ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ ലൈഫിൽ ഇപ്പോൾ. ലൈക്ക് ഭയങ്കര വിഷമിച്ച് ഇരിക്കുന്ന ടച്ച്വുഡ് ഭഗവാനെ പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലേ നമുക്കും എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റൂ. നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് എന്താ പറയാ. പിന്നെ മാത്രമല്ല ചേച്ചി, നമ്മൾ എന്താ പറയാ, നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ നമ്മൾ ഫീൽ ചെയ്യുള്ളൂ. ഈവൻ എന്തെങ്കിലും സങ്കടം വന്നാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അതെ. ചേച്ചി ഭരതനാട്യമാണോ സ്പെഷ്യലൈസ്? ഞാൻ RLV എന്നാണ് PG ചെയ്തത്. MA ചെയ്ത് പിന്നെ BA കണ്ണൂർ ലാസ്യ പിലാത്തറ എന്നാണ് ചെയ്തത്. അപ്പോൾ RLVന്ന് PG ചെയ്തിട്ടും ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ ക്ലാസ് തുടങ്ങുന്നത് തന്നെ. അതും സഞ്ജുവേട്ടൻ ത്രൂ ആണ്. സഞ്ജുവേട്ടൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു 6-12 കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ് ക്ലാസ്. ചേച്ചി ഈ ആത്മയിൽ ചേച്ചി ആത്മ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട്? അതെ, ആത്മയുടെ തുടക്കകാലം മുതലേ ഞാനുണ്ട് ലൈഫ് മെമ്പറായിട്ട്. അപ്പം എല്ലാ ആഘോഷങ്ങളും, അതായത് ഇതേപോലത്തെ ഗെറ്റ് ടുഗദർ ഒക്കെ നടക്കുമ്പോൾ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇവിടെ എത്തും? വരാറുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വരാറുണ്ട്, ഒന്നും ഒഴിവാക്കാറില്ല. അത് ഈവൻ അമ്മയായാലും ശരി, അമ്മയിലും മെമ്പറാണ് ഞാൻ. സോ അമ്മയായാലും ശരി, ആത്മയായാലും നമ്മുടെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ നമുക്കതൊരു ശക്തി പകരുന്ന ഒന്നാണ്. പിന്നെ കുടുംബങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്നുള്ളതെല്ലാം ഒരു സന്തോഷം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ സ്പോൺസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ്, അതൊക്കെ വലിയ വാല്യുബിൾ ആണ് നമുക്കൊക്കെ. ഓക്കെ ചേച്ചി, സോ നമുക്ക് ഈ ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്ക് ചേച്ചിയോട് സംസാരിച്ചിരുന്നിട്ട് എനിക്ക് ഇനിയും വർത്താനം പറയാനുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര സന്തോഷമായി ശ്രീനിധി. നല്ല ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഇതായിട്ട് ലൈവ്ലി ആയിട്ട് ചോദിച്ചു.
ലൈക്ക് യുവർ സിംപ്ലിസിറ്റി. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ എനിക്കിതിങ്ങനെ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. പക്ഷെ ഇവിടെ എല്ലാവരും ഇപ്പോൾ ഓടിക്കും, നമ്മളെ കുറെ നേരമായി നമ്മൾ രണ്ടും കൂടെ സംസാരിച്ച് തുടങ്ങിയിട്ട്. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി. അപ്പൊ ഡാൻസ് സ്കൂളൊക്കെ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഇനിയും തുടങ്ങി നല്ല രീതിയിൽ തന്നെ പോട്ടെ ചേച്ചി. എന്നും സുന്ദരിയായിട്ട് ഹാപ്പി ആയിട്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.